അപ്പോൾ നമുക്ക് DHL പാക്ക് സെക്ഷനിൽ നിന്ന് നമ്മുടെ സാധനം നമുക്ക് പിക്കപ്പ് ചെയ്യാം. അപ്പോൾ അപ്പോൾ നമ്മൾ ഞെക്കി ഇനി സ്കാൻ ചെയ്യാൻ പോവുകയാണ്. അത് പിക്കപ്പ് സ്കാൻ കോഡ് നമുക്ക് ഒരു ബ്രീഫിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ്. സൈൻ ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ എവിടെയാണോ പാക്കറ്റ് ഇരിക്കുന്നത് അത് ഓപ്പൺ ആവും. ഞാൻ അവിടെ സൈൻ ചെയ്ത് ഇതാക്കിയപ്പോൾ തന്നെ ടക്ക് ഒരു സൗണ്ട് കേട്ട് അത് ഓപ്പണായി. അങ്ങനെ നമ്മൾ പാഴ്സൽ നമ്മൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മുടെ വീട്ടിലെ തൊട്ടടുത്തുള്ളൊരു സ്റ്റേഷനിലാണ് ഇത് വന്ന് ഇരുന്നത്. അവിടെ വളരെ തൊട്ടടുത്താണ്, അപ്പം നടന്നു വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ വിടാറുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അവിടെ എത്തി. അവിടുത്തെ പാഴ്സലൊക്കെ ആയിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇത് തുറന്നു നോക്കാതെ ഒരു ഇതില്ല, മനസ്സിലായില്ലേ? അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എത്രയും പെട്ടെന്ന് ഇത് തുറക്കണം. ഇതിൽ രണ്ട് ഐറ്റം മാത്രമേ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ. 3 ഐറ്റം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ആ 2 ഐറ്റം എങ്ങനെ ഉണ്ടെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കുണ്ടായിരുന്നത്. ആദ്യം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു മേക്കപ്പ് ബോക്സ് എന്ന് പറയാൻ സോറി മേക്കപ്പ് അത് അറേഞ്ച് ചെയ്തൊരു സാധനം, മനസ്സിലായില്ല. പിന്നെ അടുത്തത് മറ്റൊരു ഐസ് ട്രേ കണക്കുള്ളൊരു സംഭവം. ഇതാണ് ഞാൻ മേടിച്ചത്. എൻ്റെ സൈസിലൊരു ഷൂസ് കിട്ടാൻ എനിക്ക് ഭയങ്കര പാടാണ്. ഇത് നെയിം സ്ലിപ്പ് കണക്ക്, അതായത് നമ്മൾ ഗ്ലാസ് ബോട്ടിലൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് വെക്കുന്നത്, അത് കണക്കുള്ള സംഭവമാണ്. അപ്പോൾ ഷൂസും കറക്റ്റ് ഞാൻ ഫോട്ടോയിൽ കണ്ട പോലെ ഉണ്ട്. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഭയങ്കര നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട അതേ കണക്കൊരു കളർഫുള്ളായിട്ടുള്ള ഷൂസ് കിട്ടി. പിന്നെ ഒരു ബനിയൻ. അപ്പോൾ ഇതൊരു വലിയൊരു തേമു ഹോളെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു സാമ്പിൾ മേടിച്ച് നോക്കിയതാണ്. തുണിയൊക്കെ എങ്ങനെയുണ്ട്, പക്ഷേ ക്വാളിറ്റിയൊക്കെ കൊള്ളാം. ഭയങ്കര സോഫ്റ്റായിരുന്നു. നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരട്ടെ എന്നിരിക്കും, അവിടെ പിടിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റാണ്. ഭയങ്കര ഇങ്ങനെ ഒരു നല്ല പഞ്ഞിക്കെട്ട്, നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇട്ടപ്പോൾ തന്നെ ഒരു നല്ല ലുക്കൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഷൂസ് ഇട്ടപ്പോഴും ഭയങ്കര കംഫർട്ടാണ്. ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഷൂസൊന്നും എൻ്റെ കറക്റ്റ് അളവല്ല, എപ്പോഴും ഒരു ലൂസ് ഉണ്ട്. അപ്പം നടക്കുമ്പോൾ എനിക്കാണെങ്കിലും നല്ല വേദന ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടല്ല. ഞാൻ പിന്നെ ഷൂസ് ലൈസൊക്കെ കെട്ടി കറക്റ്റ് എൻ്റെ ഒരു അളവാക്കുന്നതാണ്. പക്ഷേ ഇത് പക്ക കറക്റ്റ് നല്ല സോക്സൊക്കെ ഇട്ടിട്ട് കറക്റ്റ് പക്കയായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തുള്ളി ചാടിയൊക്കെ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് തുമ്മലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാനിത് പറയാൻ വന്നത്, തേമുൽ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്യാനെന്ന് വെച്ചാൽ നമ്മൾ പൈസ മുടക്കുമ്പം അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ നോക്കണം. ഞാനിവിടെ ന്യൂയോർക്കിലാണ് സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് അവിടുത്തെ അങ്ങനെ വലിയ കളക്ഷൻ ഉള്ളതായിട്ട് തോന്നാറില്ല. അപ്പം തേമു ഒപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വരും വീഡിയോയിൽ ഞാൻ തേമു ഹോളൊക്കെ കാണിച്ചു തരാം. ഇനി തേമുന് ഞാൻ കറക്റ്റായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കും. അപ്പം തേമുമാണ് കുറച്ചുകൂടി എളുപ്പം, നമ്മുടെ നാട്ടിലെ മീഷോ കണക്കുള്ള. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ളതാണ് എനിക്ക് തോന്നുന്നു. എല്ലാം ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മേടിച്ച 2 ഐറ്റം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.